കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആഷിർ നന്ദ ആത്മഹത്യ ചെയ്യുന്നത്. ആഷിർ നന്ദയുടെ മരണത്തിന് കാരണം സ്കൂളിലെ അധ്യാപകരുടെ പീഡനമാണെന്ന് ആരോപിച്ച ബന്ധുക്കൾ രംഗത്തേക്ക് എത്തുകയും പ്രതിഷേധമുയരുകയും ചെയ്തതോടെ സ്കൂളിൽ ആരോപണ വിധേയരായിട്ടുള്ള 3 അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 3 അധ്യാപകരായിരുന്നു പുറത്താക്കിയത്. ഇതിന് പിന്നാലെയാണ് പിന്നീട് സ്കൂളിലെ കൂടുതൽ അധ്യാപകരും വിദ്യാർത്ഥികളും തങ്ങൾക്ക് ഈ സ്കൂൾ അധികൃതരിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും സ്കൂളിലെ മുൻ അധ്യാപിക ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വന്ദന രാജേഷ് എന്നാണ് പേര്. സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു അല്ലേ? സംഗീത അധ്യാപികയായിരുന്നു ഞാൻ അവിടെ. ടീച്ചറിന്റെ മകനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്? അതെ, എൻ്റെ മകനും അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് നിങ്ങൾക്ക് സ്കൂൾ അധികൃതർക്കെതിരെയുള്ള പരാതി? എന്താണ് സ്കൂൾ അവർക്കെതിരെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി നമ്മളെ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ടോർച്ചർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല പറയാൻ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ റൂഡായിട്ടുള്ള അല്ലെങ്കിൽ അറോഗൻ്റ് ആയിട്ടുള്ള വാക്കുകളുണ്ട് അവരുടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ് ചെയ്യാറ്. അവിടെ പഠിച്ചിരുന്നത്. മകനും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണോ? ടീച്ചർ ഓൺലൈനിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ടീച്ചറുടെ മകനും ഉണ്ടായിരുന്നു. അതെന്താണ് ശരിക്കും സംഭവിച്ചത്? അവനും ഈ പറഞ്ഞ പോലെ ഈ മരിച്ച കുട്ടിയുടെ അതേ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ് ഔട്ട് ആയപ്പോൾ മാർക്ക് കുറവാണെന്നും പറഞ്ഞ് ആദ്യം 9th ഡിയിലായിരുന്നു കുട്ടി. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ മോന് മാർക്ക് കുറയുകയും ചെയ്തു. അപ്പോൾ അവർ നോട്ടീസ് ബോർഡിൽ കുട്ടിയുടെ പേരെഴുതി, കുറച്ച് കുട്ടികളുടെ പേരും എഴുതിയിരുന്നു. അത് വല്ലാത്തൊരു മാനസിക പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഇവിടെ വന്നിട്ട് 9th ഇയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പറഞ്ഞു കുട്ടീനെ. അപ്പോൾ പാരൻസ് വന്നിട്ട് വേണം അത് സംസാരിക്കാൻ പറഞ്ഞു. അപ്രകാരം കുട്ടിയെ 9th ഇയിലേക്ക് മാറ്റി. 9th ഇയിലേക്ക് മാറ്റിയപ്പോൾ കുട്ടി ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലായി. മാനസികമായിട്ട് കുട്ടിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. അതിൻ്റെ ഫ്രണ്ട്സ് എല്ലാം മാറി അമ്മ എനിക്ക് അവിടെ നിന്ന് ഒക്കെ പറഞ്ഞാൽ മോൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഒന്ന് അവിടെ സെറ്റായി വരണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് 9th ഇയിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്. അപ്പോൾ അത് മോനിലുണ്ടാക്കിയ വല്ലാത്തൊരു വേദന, നമുക്കിത് കണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ അവിടെ ടീച്ചറും ആണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു അവിടുന്ന് മാറ്റുകയാണ് നമുക്ക് നല്ലത്. കാരണം ക്ലാസ് ടീച്ചറോട് ഞാൻ പറഞ്ഞിരുന്നു ടീച്ചർ ഇങ്ങനെ മോന് സാധിക്കില്ല. അവിടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാം ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പറഞ്ഞു ടീച്ചറെ അത് നമ്മുടെ സെക്ഷൻ ഹെഡിനോടൊന്ന് പറയണമല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ എനിക്ക് സെക്ഷൻ ഹെഡിനോട് സംസാരിക്കാൻ എനിക്കും പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, മോനെ അവിടുന്ന് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ കുട്ടികളാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ മാറ്റുകയാണ് ഉണ്ടായത്. അധ്യാപകർക്ക് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ശരിക്കും അനുഭവിച്ചിരുന്നത്? അധ്യാപകർക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്കൊരു വോയിസ് ഇല്ല. നമ്മളെന്തെങ്കിലും പറയാൻ ചെന്നാൽ തന്നെ നമ്മളെ അടിച്ചമർത്തുക ചെയ്യുക. പിന്നെ നമ്മളൊരു ടാർഗറ്റിങ് ആവുകയാണ് അവിടെ, നമ്മളെ ഒറ്റപ്പെടുത്തും അവിടെ. കാരണം അവിടെ ഒരു കൂട്ടം ഒരുപാട് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്, സീനിയർ ടീച്ചേഴ്സ് ഉണ്ട്. അവർ പറയുന്നതാണ് അവിടെ അവസാന വാക്യം. അപ്പോൾ ബാക്കിയുള്ള പുതിയ ടീച്ചേഴ്സിനൊന്നും അവിടെ ഒന്നും പറയാൻ, ശബ്ദമുയർത്താനുള്ള ഒരു ധൈര്യം അവിടെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ നമ്മളടുത്ത് അറോഗൻ്റായിട്ടാവും ബിഹേവ് ചെയ്യുക. അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും പേടിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദുരനുഭവം ഉണ്ടായെന്ന് പറയുന്നു ഒരു അധ്യാപിക എന്ന രീതിയിൽ. നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ള ടീച്ചർമാർ തന്നെയാണോ ഇന്നലെ പുറത്താക്കിയവരിൽ അവരുണ്ടോ? അവരിൽ ഉണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെ പേര് പറയാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കണില്ല. അവരുണ്ട് ആ കൂട്ടത്തിലുണ്ട്. വല്ലാതെ മാനസികമായിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മളെ മാനസികമായിട്ട് ഇൻസൾട്ട് ചെയ്യുക. ഞാനും ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പക്ഷേ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന രീതികൾ, അവർ പറയുന്ന റൂട്ടിൽ നമ്മൾ ചലിക്കണം. അവർ കൊടുക്കുന്ന നോട്ട്സ് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അവർ പറയുന്നത് പോലെ നമ്മൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് അവർ നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ചിരുന്നു. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് പോയി സിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അവിടെയുള്ള വേറെ സിസ്റ്റേഴ്സിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് അയക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ബഹളമാണ് പറയുക. സത്യത്തിൽ അവരുടെ ക്ലാസ്സിലായിരിക്കും ബഹളം, പക്ഷേ അവർ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സിലാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നമ്മളെ മാനസികമായി വല്ലാതെ ടോർച്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞത് ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ വലിയ ശിക്ഷകളായിരുന്നു ഈ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നത്. ടീച്ചർ അവിടെ പഠിപ്പിച്ച ടീച്ചറാണ്, സംഗീത അധ്യാപികയായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ കുട്ടികൾ ടീച്ചറെ അറിയിച്ചിട്ടുണ്ടോ? കുട്ടികൾ പറയാറുണ്ട് ടീച്ചർ മാനസികമായിട്ട് വിഷമം തോന്നാറുണ്ട്, ഞങ്ങളെല്ലാവരും മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ധൈര്യം കൊടുക്കുക ചെയ്യാറ്, സാരമില്ല ടീച്ചേഴ്സ് അല്ലേ അങ്ങനെയൊക്കെ പറയും. കാരണം പഴയ ടീച്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് പഴയ ചിന്താഗതിയാണ്. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫോർവേഡ് തിങ്കിങ് ആണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളും ആ ഒരു ജനറേഷനിൽ വളർന്നതാണ്, നമുക്കറിയാം ചീത്ത പറയുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് എല്ലാവരും അച്ഛനും അമ്മയും എന്താ വേണ്ട വെച്ചാൽ കൊടുക്കും. അവർക്കെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം അവൈലബിൾ ആണ്, എന്ത് കാണാനും പറ്റും. അപ്പോൾ അവർക്ക് ഇതൊന്നും സഹിക്കേണ്ട ഒരു ഇത് സാധിക്കില്ല. ഇപ്പോൾ കൊറോണ വന്നതോടുകൂടി കുട്ടികൾക്ക് തീരെയും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മെൻ്റലി അവർ ഡിപ്രസ്ഡ് ആവുകയാണ്.
സ്കൂളിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നു, കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു. ഏതായാലും സ്കൂളിൽ തന്നെ മുൻ അധ്യാപികയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ആരോപണ വിധേയരായ ആഷിർ നന്ദിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാണെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ പുറത്താക്കപ്പെട്ട അധ്യാപകർക്കെതിരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ മുൻ അധ്യാപിക ഒരു പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും ഇതുപോലെ സമാന രീതിയിലുള്ള പരാതികളും ആരോപണങ്ങളും ഇപ്പോൾ സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിനെതിരെ ഉയരുകയാണ്. വിഷയത്തിൽ കേസെടുക്കണം, അതുപോലെ തന്നെ കൂടുതൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രക്ഷിതാക്കളും അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.